അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന വാഹനാപകടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ദിനേന 1, 2, 3 ഒക്കെ വളരെ വാർത്തകളായിക്കൊണ്ടാണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. ചിലതിലൊക്കെ 3, 4 ആളുകൾ മരണമടയുന്നു, വിദ്യാർത്ഥികൾ മരിച്ചു, വഴിയിൽ കാൽനടയാത്രയായിട്ട് പോകുന്ന ആളുകൾ ദേഹത്ത് കയറിയും മറിഞ്ഞുമൊക്കെ മരിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള അപകട വാർത്തകൾ, വാഹനാപകട വാർത്തകൾ നിത്യവും വന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ധാരാളം വാഹനങ്ങൾ നിത്യേന എന്നോണം നിരത്തിലിറങ്ങുകയാണ്. ഓരോ വീട്ടിലും ഒന്നിലധികം വാഹനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഓരോ മെമ്പർമാർക്കും വാഹനങ്ങളുള്ള വീടുകളുമുണ്ട്. നമ്മുടെ റോഡ് സൗകര്യങ്ങൾ വികസിക്കുന്നതിൽ വളരെ അപര്യാപ്തതയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഉള്ള റോഡുകൾ തന്നെ അത്ര മെച്ചപ്പെട്ട നിലവാരത്തിലുമല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം, അവിടുത്തെ ഗതാഗത സംവിധാനങ്ങളും റോഡിൻ്റെ വികസനവും മറ്റു സൗകര്യങ്ങളുമൊക്കെ അറിയാം. നമ്മുടെ നാട്ടിൽ അതൊക്കെ പല കാരണങ്ങളാൽ പ്രശ്നങ്ങളാണ്. എന്തു തന്നെ ആയാലും വാഹനാപകടങ്ങൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആണ് നമ്മുടെ ഗതാഗത മന്ത്രി ഈ വിഷയത്തിലൊരു തീരുമാനം പറഞ്ഞത്. അപകടത്തിൽ മരണമുണ്ടായാൽ ബസ്സിൻ്റെ പെർമിറ്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന, ഗുരുതരമായ പരിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നാണ്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതിന് മാത്രം അപകടങ്ങൾ നിത്യവും സംഭവിക്കുന്നു. ഇതിൽ പലതും പല കാരണങ്ങളാൽ സംഭവിക്കുന്നതാണ്. പല കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുള്ളതുണ്ട്. 2, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളതുണ്ട്. മറ്റ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതുണ്ട്. ഈ 3 ഭാഗങ്ങളിൽ നിന്നും പല കാരണങ്ങളും ഇതിനൊക്കെയുണ്ട്. ഈ ഡ്രൈവർമാരുടെ അശ്രദ്ധയും മദ്യപാനവും അതുപോലെ ഈ മത്സരയോട്ടങ്ങളും ഒക്കെ ഇതിൽ പ്രധാനമാണ്. പിന്നെ ഈ സ്പീഡ് നിയന്ത്രിക്കാതെ പോകുന്നത്, ഡിം ലൈറ്റ്, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊന്നും പാലിക്കാതെ, കുറേ അച്ചടക്ക നിയമങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്, ഈ വകുപ്പിനുണ്ട്. ആ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല. സംഗതി വശാൽ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സംഭവിക്കുന്നത് ജീവൻ പൊലിയുക എന്നതാണ്. ഓവർടേക്ക് ചെയ്തിട്ടും ഡ്രൈവർ തമ്മിലുള്ള വാശി, മത്സരം, ഈ വലിയ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങളെ പരിഗണിക്കാത്തൊക്കെ. ഇപ്പോൾ ഒരു മുഖ്യ പ്രതിയായിട്ട് വരുന്നതാണ് ഈ മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ചും കയ്യിൽ പിടിച്ചുമൊക്കെ ചെറിയ വാഹനം മുതൽ വലിയ വാഹനങ്ങൾ വരെ ഓട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും അപകട സാധ്യത ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയും. നമ്മൾ ചില ആളുകളൊക്കെ ധരിക്കുന്നത് ഇത് യഥേഷ്ടം ഊട്ടിക്കൊണ്ടുപോകാം, നമ്മൾക്കതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഗവൺമെൻറ് വെച്ച ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കേണ്ട ബാധ്യത നമ്മൾക്കില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് അത് ബാധ്യതയാണ്. എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒരു മതപരമായ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ പാലിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ ദൂതരെയും അനുസരിക്കണം. ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും അനുസരിക്കണം. അതിവിടുത്തെ ഗവൺമെൻറ്റാണ്. മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ സംവിധാനങ്ങളും മേധാവികളും ഒക്കെയാണ്. അതിനൊക്കെ അനുസരിക്കണമെന്നാണ്. ഈ അനുസരിക്കണമെന്ന് പറയുന്നത് മതപരമായ ഉത്തരവാണ്. കാരണം അത് മതത്തിനെതിരല്ലാത്തിടത്തോളം കാലം അനുസരിച്ചെങ്കിലേ ആ നാട്ടിലെ കാര്യങ്ങൾക്ക് ഭംഗിയായിട്ടും വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അവിടെയാണ് നമ്മൾ വീഴ്ച വരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടക്കും. ആരെങ്കിലും കൊല്ലും, ചിലപ്പോൾ കേസെടുക്കും, ചിലർക്ക് ബോധപൂർവമല്ലാത്ത കൊലപാതകങ്ങൾക്ക് കേസെടുക്കും. കാരണം ബോധപൂർവമായിരിക്കില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്ലാമികമായ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്, ഒന്ന്, ഈ വാഹനം ഓടിക്കുക എന്നുള്ളത് മനുഷ്യന് പടച്ചവൻ ചെയ്തു കൊടുത്തൊരു അനുഗ്രഹമായിട്ട് എടുത്തു പറയുന്നത്, ആദരിച്ചതായിട്ടാണ് എടുത്തു പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി.
ഒരുപാട് ആദരവുകൾ മനുഷ്യന് നൽകിയ വിഷയങ്ങൾ ഒന്ന് എണ്ണി പറയുന്നത് ഈ കടലിലും കരയിലും ഒക്കെ യാത്ര ചെയ്യാൻ മനുഷ്യന് സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. അത് വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഈ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് ഈ ജീവജാലങ്ങൾക്കിടയിൽ മനുഷ്യൻ മാത്രം ചെയ്യുന്നൊരു ജോലിയായിട്ടാണ് മനസ്സിലാകുന്നത്. കാരണം മനുഷ്യൻ അവൻ്റെ ദൈർഘ്യമേറിയ യാത്രയ്ക്ക് വേണ്ടി വാഹനങ്ങൾ കണ്ടെത്തുന്നു. വളരെ പൗരാണിക കാലം മുതലേ മനുഷ്യൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വെറുതെ ഉരുൾത്തടികൾ ഉരുട്ടി വലിച്ച സംഭവം മുതൽ, ചങ്ങാടം മുതൽ, അവിടുന്ന് ഇങ്ങോട്ട് ഇരുചക്ര വാഹനങ്ങൾ, 4 ചക്ര വാഹനങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് അത് കടന്നുപോയി. ഇപ്പോൾ ഏറ്റവും പുതിയ രീതിയിലുള്ള സംഗതികൾ വന്നു. റോക്കറ്റുകൾ, അതുപോലെ ഗോളാന്തര യാത്രകൾ നടത്താൻ ഇപ്പോഴത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്ഥിരം യാത്രക്കാരെ പോയി വരികയാണ് ആളുകൾ. അതിനുള്ള റോക്കറ്റുകളും സംവിധാനങ്ങളുമായി ഇങ്ങനെ യാത്രയും വാഹനവും ഒക്കെ വലിയ ഏരിയകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഖുർആൻ പറയുന്നൊരു സംഗതി, ഈ വാഹനത്തെപ്പറ്റി പറഞ്ഞെടുത്ത് സൂറത്തുൻ നഹലിലെ 14-ാമത്തെ ആയത്തിൽ പറയുന്നു, വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾക്കിതൊക്കെ കീഴടക്കി തന്നത് അള്ളാഹു, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കാൻ വേണ്ടിയാണെന്ന്. മൃഗങ്ങളെ ഉപയോഗിച്ച് യാത്ര ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു. വണ്ടി വലിക്കാനും വാഹനമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കാലമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ തഹ്മിലു അസ്കാലക്കും ഇല ബലദില്ലം തെക്കൂനു ബാലിഹി ഇല്ല ബിഷിഖിൽ അൻഫുസ്, വളരെ കഷ്ടപ്പെട്ട് മാത്രം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചുമന്ന് ഈ മൃഗങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. നിങ്ങളുടെ റബ്ബ് റഊഫുർ റഹീമാണെന്ന്. കുതിരയും കഴുതയും അതുപോലുള്ള മൃഗങ്ങളുമൊക്കെ ലിതർക്കബൂഹ, നിങ്ങൾക്ക് വാഹനമായിട്ട് നൽകിയതാണ്. വസീനത്തിനൊരു അലങ്കാരവുമാണതൊക്കെ, സൗന്ദര്യവുമാണതൊക്കെ. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, അവസാനമായ ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾക്കറിയാത്തൊക്കെ അള്ളാഹു ഈ വിഷയത്തിൽ ഇനി സൃഷ്ടിക്കുമെന്നാണ്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വാഹനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം ആ പറയുന്നത്. സൂറത്തുൻ നഹലിലെ 16-ാം അധ്യായത്തിലെ 8-9 സൂക്തങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടാണ് വാഹനത്തിലേറേണ്ടത്. ലിഫ്റ്റ് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വാഹനത്തിലേറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി, വളരെ വിനയവും താഴ്മയും ആവശ്യമുള്ളൊരു മേഖലയാണിത്. ഒന്ന് ബിസ്മി ചൊല്ലണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശം. ഏത് നല്ല കാര്യങ്ങൾക്ക് ബിസ്മി ചൊല്ലി തുടങ്ങണം. അതൊരു ട്രാഫിക് നിയമമാണ് ഇസ്ലാമിൻ്റെ. ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ എന്ന് പറയുന്നത് സൂറത്ത് ഹൂദിലെ 41-ാമത്തെ ആയത്തിൽ പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ആ കപ്പലുണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, ഒരു വാഹനമാണത്. അന്നത്തെ ഒരു സംവിധാനത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസരണം ഉണ്ടാക്കിയത്. അതിൽ കയറിയ സമയത്ത് ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ്. അതേപോലെ തന്നെ ഈ വാഹനത്തിലേറിയാൽ പ്രാർത്ഥനകൾ പലതും ഉണ്ട്. ആ പ്രാർത്ഥനകൾ അള്ളാഹുവിന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ആ വിഷയം പറയുന്നിടത്ത് തദ്കുറു നിഅമത റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഈ വാഹനം ഉപയോഗിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം അള്ളാഹു നൽകിയത് വലിയൊരു അനുഗ്രഹമാണ്. സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് കപ്പലുകൾ ഉപയോഗിച്ച്, അതുപോലെ പായ്ക്കപ്പലുകൾ ഉപയോഗിച്ച് ദൂരയാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇയാൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനം ഞങ്ങൾക്ക് വിധേയമാക്കി തന്ന അള്ളാഹു എത്രയോ വിശുദ്ധനാണ്. അവൻ്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിത് വിധേയമാകുമായിരുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന്. ഈ പ്രാർത്ഥനയോടുകൂടി വേണം. വേറെയും പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഒരു താഴ്മയും വിനയവുമൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ട്. സ്വന്തം ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും അപകടത്തിൽപ്പെടാതിരിക്കാനും അന്യരെ അപകടത്തിൽപ്പെടുത്തുകയോ അന്യരെ വധിച്ചു കളയുകയോ ചെയ്യുന്ന അവസ്ഥയില്ലാതിരിക്കാനുമാണ്. പിന്നെ വിനയവും താഴ്മയും ഇതിലിരിക്കുന്നവർക്ക് നിർബന്ധമാണ്. ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ചും വേണം. അഹങ്കാരം, വാശി, പിന്നെ വെറുതെ താൻ പോരിമ, ഇങ്ങനെയൊക്കെയുള്ള ചില മത്സര ബുദ്ധിയും അനാവശ്യമായ അഹന്തയും ഒക്കെയാണ് ചില അപകടങ്ങൾക്ക് വരുത്തി വെക്കുന്നെന്നുള്ളത് നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അള്ളാഹു പറയുന്നൊരു കാര്യം നോക്കുന്നു, ഇബാദുർ റഹ്മാൻ ലദീന യംശൂന അലൽ അർളി ഹൗനാണ്. പരമകാരുണികൻ്റെ ദാസന്മാർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് വളരെ താഴ്മയോടുകൂടിയായിരിക്കുമെന്നാണ്. വക്സിദ് ഫി മഷീക, ലുക്മാനുള്ളാഹിൻ്റെ ഉപദേശം. മകനെ ഉപദേശിക്കുന്നത്, മോനെ നീ യാത്രയിൽ നടത്തത്തിൽ ഒരു മിതത്വം സ്വീകരിക്കണം. അഹന്ത കാണിക്കേണ്ട. നെഞ്ച് വിടർത്തി തല ഉയർത്തി മൂക്ക് മേലോട്ടാക്കി അഹങ്കാരത്തോടുകൂടി ഭൂമിയിലെ നടക്കരുത്. അത് വാഹനം ഓടിക്കുന്നിടത്തും ബാധകമാണ്. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക്കലൻ തഖ്രിക്കൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല.
നീ വല്ലാത്ത അത്യാഹ്ലാദം കാണിച്ച് അഹന്തയോടുകൂടി ഭൂമിയിൽ കൂടെ നടക്കരുത്. നിനക്ക് ആ കാണുന്ന പർവ്വതത്തോളം അങ്ങോട്ട് ഉയരാനോ ഈ ഭൂമി ചവിട്ടിപ്പിളർത്താനൊന്നും കഴിയില്ല. അതൊക്കെ മനുഷ്യൻ്റെ ദൗർബല്യങ്ങളാണ്. ഇങ്ങനെയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ ട്രാഫിക് നിയമങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഇത് പഠിച്ച് മനസ്സിലാക്കി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഗൗരവമുള്ളൊരു വിഷയം പറയുന്നത്, ഈ യാത്രയിലെ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നവൻ്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. കുടുംബം അനാഥമാകും, പട്ടിണിയാകും, ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. പക്ഷേ ഒരാളെ ബോധപൂർവം കൊന്നാൽ അത് അയാൾക്ക് നരകമാണ്. അബദ്ധത്തിൽ കൊന്നാൽ അയാൾ അടിമയെ മോചിപ്പിക്കണം. അതിന് കഴിയാത്തവൻ 6 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബോധപൂർവം കൊന്ന ഒരാൾക്ക് നരകം തന്നെയാണ്. അപ്പോൾ സൂറത്ത് നിസാ 92-ാമത്തെ ആയത്തൊന്ന് വായിച്ച് പഠിച്ച് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതായാലും ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. ഇസ്ലാം നൽകുന്ന ട്രാഫിക് നിയമങ്ങൾ വളരെ ഗൗരവമായി കണ്ട് പാലിച്ച് ഈ രംഗത്ത് നമ്മൾക്കാവുന്നതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.